പെറ്റ്സ് കാരണം ലൈഫ് ചേഞ്ച് ആയ എത്ര ആൾക്കാരുടെ കഥ നിങ്ങൾക്കറിയാം? എങ്കിൽ അതിലൊരാളുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ജെയിംസ് ബ്രൗൺ ലണ്ടനിലെ ഒരു സ്ട്രീറ്റ് മ്യൂസീഷ്യൻ ആയിരുന്നു. കൊക്കെയിൻ അഡിക്ഷനും പട്ടിണിയും കാരണം അദ്ദേഹം കരിയറിൽ വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ട് എന്ന് പറയുന്നത് ഗിത്താർ ആയിരുന്നു. അത് വെച്ചിട്ടായിരുന്നു ഡെയിലി സർവൈവിങ്ങും. കയ്യിൽ 20 യൂറോ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി വീട്ടിലേക്ക് വരുന്ന വഴി ഡോറിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ജിഞ്ചർ കാറ്റ് കാല് വയ്യാണ്ട് കിടപ്പുണ്ടായിരുന്നു. പുള്ളി അവനെ നോക്കിയപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ആന്റിബയോട്ടിക്സ് കാര്യങ്ങളെല്ലാം അതിൽ മേടിച്ച് അവനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു. പുള്ളി അവനെ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു. പക്ഷേ ബോബ് എന്നുള്ള ആ ഒരു ക്യാറ്റ് അദ്ദേഹത്തിന്റെ ഷോൾഡറിലേക്ക് ചാടി കയറുകയും പുള്ളിയുടെ കൂടെ ആ സ്ട്രീറ്റിലേക്ക് പോവുകയും ചെയ്തു. വർഷങ്ങളായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ നിന്ന ബോബിന് ആ സിറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങി. എ ഗായ് വിത്ത് ക്യാറ്റ് ഓൺ ഹിസ് ഷോൾഡർ എന്ന പേരിൽ അദ്ദേഹം അറിഞ്ഞു തുടങ്ങി. ബോബ് ആക്ച്വലി ഒരു പെറ്റല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ലൈഫിലെ തന്നെ ഒരു പർപ്പസ് ആയിരുന്നു. 2012 അദ്ദേഹം ബോബിനെ വെച്ചിട്ട് ഒരു ബുക്ക് എഴുതുകയും അതിനുശേഷം ഹോളിവുഡിൽ ഒരു മൂവി വരികയും ബോബ് ഒറിജിനലായിട്ട് അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നേഹം ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ശക്തിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. മില്യൺസ് ഓഫ് ആൾക്കാരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഈ ഒരു സ്റ്റോറി, ഇതുപോലെ സ്റ്റോറിയുള്ള പെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ആ പെറ്റിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.